ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിനോ ജനാർദ്ദനൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പട്ടാണിക്കടല കൊണ്ടുള്ളൊരു കുറുമയായിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് കുറുമയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തമിഴ്നാട് റെസിപ്പിയാണത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇത് ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നിട്ട് വീഡിയോ കാണല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും ഈ കുറുമയുടെ റെസിപ്പി അത് എങ്ങനെയാണ് ഏത് രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഉണക്ക പട്ടാണിക്കടലയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 8-9 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതാണത്. ഈ കപ്പിനൊരു 3/4 കപ്പ് പട്ടാണിക്കടലയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെള്ളത്തിലിട്ട് കുതിർന്നപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നുന്നതാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വേകുന്നതിനിടയ്ക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഒരു 8-9 കാഷ്നട്ട്, പിന്നെ ഒരു 2 വലിയ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ചെറുതാണ് കേട്ടോ, അത് കഷ്ണങ്ങളാക്കിയത്, 2 സവോള ചെറിയതാണ് അത് അരിഞ്ഞു വെച്ചത്, അര മുറി നാളികേരത്തിനേക്കാൾ കുറവാണ് കേട്ടോ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ 3 ടേബിൾ സ്പൂണിൽ കുറയാതെ തന്നെ ഒഴിക്കണം. കാരണം ഈ റെസിപ്പിയുടെ ഇത് രുചികരമാവണമെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ഒന്ന് നന്നായിട്ട് വളർന്ന് വരട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സവാളയെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു 2-4 വറ്റൽമുളക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ടെടുത്താൽ അത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഒരു പകുതി സവാള മൂപ്പായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയിടണം. ഒരു 4-5 മിനിറ്റ് വഴറ്റി കഴിഞ്ഞപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാൻ പോവുക. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒട്ടും കൂടി പോകരുത്, അപ്പോൾ കളർ മാറും നമ്മുടെ കുറുമയുടെ. 1/2 ടീസ്പൂണായിട്ട് കുറച്ചിട്ടാലും കുഴപ്പമില്ല. ഒന്ന് വഴറ്റി യോജിപ്പിക്കുകയാണ് ഞാനിത്, കാരണം കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഈ തക്കാളിയെല്ലാം അതിൽ നല്ല രീതിയിൽ വഴന്നു ചേരണം. അതേമാതിരി മസാലയുടെ പച്ചമണം പോകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 5-6 മിനിറ്റ് വഴറ്റിയെടുക്കേണ്ടി വരും. നമുക്കിതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ ശരിക്ക് നമുക്കിത് നല്ല രീതിയിൽ വഴന്ന് കിട്ടും. പക്ഷേ 5 മിനിറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് അടച്ചു വെക്കരുത്. 5 മിനിറ്റ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച സമയമാണ്. അതിലിടയ്ക്ക് 2-3 പ്രാവശ്യം നിങ്ങളിത് തുറന്ന് നോക്കിയിട്ട് വഴറ്റി കൊടുക്കണം. അത്തരത്തിൽ ഞാൻ 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. തക്കാളി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മസാലയുടെയും പച്ചമണെല്ലാം പോയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മസാലയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എണ്ണ നിങ്ങൾക്കിവിടെ തെളിഞ്ഞ് നിൽക്കുന്നതായി കാണാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വലിയ പോത്താൻ കഷ്ണങ്ങളാക്കി ഇടരുത്. ഇതിലും ചെറുതാക്കാൻ പറ്റിച്ചാൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. കാരണം കുറുമയാണിത്. കുറുമയിൽ ചെറിയ കഷ്ണങ്ങളാണ് ആവശ്യം. നല്ല രീതിയിലൊന്ന് വഴറ്റി യോജിപ്പിക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് വഴറ്റണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുക. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവണം. ഒരു 5 മിനിറ്റ്
ഓളം മതിയാവും. നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് ഒന്നുകിൽ പുഴുങ്ങിയെടുത്തിട്ട് നിങ്ങൾ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതിയിട്ടാണ്. ഞാൻ വീണ്ടും അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറക്കാൻ പോവുകയാണ്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഏത് രീതിയിൽ വെന്തിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, സമയമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കണമെന്നില്ല. ഉരുളക്കിഴങ്ങ് പല രീതിയിൽ വേവിച്ചിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് വേറെ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ വേറെ കിട്ടും, രുചി വേറെ കിട്ടും. ഏകദേശം വെന്തിട്ടില്ല അത് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് വേണം, ഇത് വേവാൻ ആവശ്യമുള്ള ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇനി ഉരുളക്കിഴങ്ങ് വേവാൻ താമസമുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ചൂടുവെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തോളൂ. എന്തായാലും ഉരുളക്കിഴങ്ങ് നമുക്കിവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അല്ലാതെ കുറുമുടെ കൂടെ ഇട്ടെടുത്താൽ നന്നായിരിക്കില്ല. അപ്പോൾ നമ്മൾ അതവിടെ വേവുന്നതിലിടയ്ക്ക് നമ്മുടെ പട്ടാണിക്കടല എന്തായി നോക്കാം. പട്ടാണിക്കടല ഇവിടെ നല്ല രീതിയിൽ ഞാൻ 3 വിസിൽ വന്നപ്പോൾ എടുത്തതാണ്. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതും കൂടെ ഈ സമയത്ത് നമുക്കാണ് ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അവിടെ എടുത്തു വെച്ച നാളികേരവും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാണ്ട്. ഒരു ടീസ്പൂൺ പെരുംജീരകം വറുത്ത് പൊടിച്ചാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അരച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായി നോക്കാം. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറക്കുന്നത്. ചെറിയ തീയായിരുന്നു കേട്ടോ. നിങ്ങൾ വലിയ തീയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അടി പിടിച്ച് പോകും. വളരെ ചെറിയ തീയിൽ കിടന്ന് വെന്തുള്ളത് ഒരു 5 മിനിറ്റ്. ഉരുളക്കിഴങ്ങ് ഒരു 90% വെന്താൽ മതി. 100% വേവണേണ്ട ആവശ്യമില്ല. 10% ഇനി കുറച്ചുകൂടെ നേരം അത് വേവാണ്ട്. അപ്പോൾ അത് അതിൻ്റെ കൂടെ കിടന്ന് വെന്തോളും. ഇപ്പോൾ അതാ നമ്മുടെ ഒരു 90% വെന്ത് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇത്രയും മതി. ഇനി അടുത്തതായിട്ട് എന്താണ് വേണ്ടത്, ഇതിലേക്ക് നമ്മുടെ പട്ടാണിക്കടല അവിടെ വേവിച്ച് വെച്ച് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടാണിക്കടലയും കൂടെ ഇതിൻ്റെ കൂടാണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പട്ടാണിക്കടല കുറച്ച് വെള്ളമുണ്ട് അതിൽ, അതോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും വെന്തതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് കാണും. കണ്ടാ നമ്മുടെ മസാലയൊക്കെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നല്ലൊരു കുറുമയ്ക്ക് പാകത്തിലുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളെപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കുറുമയിൽ ഒഴിച്ചു കൊടുക്കാൻ. കുറുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുകിയത്, ഒരിക്കലും വെള്ളമായിട്ടുള്ളൊരു കുറുമയാവില്ല. നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി ആവണം ഈ കുറുമയ്ക്ക്. ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വല്പം വെള്ളം കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും വെള്ളം മതി. ഇനി ഇത് വേവാനൊന്നുമില്ല, വെറുതെ ഈ ഒന്ന് ചൂടായി വരിക. ചൂടായി വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ വേറെ ഒന്നും ഇട്ട് കൊടുക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിന് ശേഷം കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. മല്ലിയില കുറവായിരുന്നു, ഞാൻ കുറച്ചാണ് അതിലേക്ക് ഇട്ടുള്ളൂ. കുറച്ചും കൂടെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ മല്ലിയില വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് തമിഴ്നാട് സ്റ്റൈൽ പട്ടാണി കുറുമട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, രുചിച്ച് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി, നമസ്കാരം, ബായ്.